ഈ സമയം ഉൾപ്പെടെ വെച്ചപ്പോൾ അതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഒരു ഘട്ടത്തിൽ പോലും ഒരു ക്രമീകരിച്ച സ്ഥലങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നിട്ടില്ല. എല്ലാവരെയും നിശ്ചയിച്ച പോലെ തന്നെ കണ്ടതിന് ശേഷം തന്നെ എന്തായാലും പ്രധാനമന്ത്രി ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാകും മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. ഈ സമയത്തോടുകൂടി 3:15 ആയിരുന്നു പ്രശ്നത്തെ ഷെഡ്യൂൾ. പക്ഷേ അതിൽ ഷെഡ്യൂളുകളെ മാറ്റിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി എല്ലാ വേദനയും ഉൾക്കൊള്ളുന്നു എന്നുള്ള കാഴ്ചയാണ് കാശ്മീർ പോയപ്പോഴും ഈ ദുരന്ത മേഖലയിൽ പോയപ്പോഴും സന്നദ്ധ പ്രവർത്തകരോട് സംസാരിച്ചപ്പോഴുമെല്ലാം ഉൾക്കൊള്ളിച്ചു തന്നെയാണ് പ്രധാനമന്ത്രി നിലകൊള്ളുന്നത് എന്നുള്ള സന്ദേശം തന്നെയാണ്. ഈ വൈദ്യ സന്ദർഭത്തിൽ പോലും പ്രധാനമന്ത്രി കൃത്യമായി തന്നെ എല്ലാ ഇടങ്ങളിലേക്കും എത്തി എല്ലാവരെയും കേൾക്കാനുള്ള സമയം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇത് ഊർജം നൽകുന്ന ഒരു കാര്യം, ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്നുള്ളത് തന്നെയാണ്. ഏത് നിമിഷവും പ്രധാനമന്ത്രിയുടെ മട്ടൻ ഈ ആശുപത്രിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എയിംസ് ആശുപത്രി ജംഗ്ഷനിൽ ഇപ്പോഴും ആളുകൾ പ്രധാനമന്ത്രിയുടെ മടങ്ങി പോകുമ്പോൾ കാണാനായി ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമുക്ക് ഈ ആശുപത്രിയിലേക്ക് കിടന്ന് അവിടെ ഉണ്ടായിരുന്നവരെ ഈ ഉൾപ്പെടെയുള്ളവരുമായി കണ്ട് പ്രധാനമന്ത്രിയുമായി പങ്കുവച്ച കാര്യങ്ങൾ, പ്രധാനമന്ത്രി അവർക്ക് നൽകിയ ഒരു ആശ്വാസം അത് എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് ആ കാഴ്ചകൾ കേരളം കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിജീവനത്തിന്റെ കാഴ്ചകളായി കേരളം അതെല്ലാം കാണേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെയാണല്ലോ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിനൊപ്പം നിൽക്കാനാണ്, നാടിനൊപ്പം നിൽക്കാനാണ്, രാജ്യം ഒപ്പം ഉണ്ടെന്ന് അറിയിക്കാനാണ് ഈ അല്പസമയത്തിനകം തന്നെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കാണുകയാണ്. ബിംസ് ആശുപത്രിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, പ്രധാനമന്ത്രി ദൃശ്യങ്ങളായി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ, പ്രധാനമന്ത്രി അവിടെ മുറിവേറ്റ് കഴിയുന്ന ആളുകളെ ആശ്വസിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, ബിംസ് ആശുപത്രിയിൽ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഓരോ മനുഷ്യരെയും കൈപിടിച്ച് ആശ്വസിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 പേരാണ് ആശുപത്രിയിൽ മുറിവേറ്റ് കഴിഞ്ഞ മനുഷ്യർ. അവരെയൊക്കെ തന്നെ പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുന്നു. അവരെ അരികിലേക്ക് എത്തുന്നു. കുഞ്ഞുങ്ങളെ 8 വയസ്സുകാരിയായിട്ടുള്ള അവന്തികയടക്കം അരുണിനെ മുറിവേറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഉൾക്കരുത്ത് കൊണ്ട് കഴിഞ്ഞ അനിൽ, നട്ടെല്ലിന് പരിക്കേറ്റ അനിൽ, ജീവിതത്തിലേക്ക് പ്രത്യാശയോടെ തിരിച്ചു വന്നയാൾ അവന്തിക എന്ന 8 വയസ്സുകാരി. ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട അവന്തിക ഒഡീഷ സ്വദേശി. ഒഡീഷയിൽ നിന്നും ഇവിടുത്തെ പ്രകൃതി രമണീയത ആസ്വദിക്കാനെത്തിയ വിനോദസഞ്ചാരി സുഹൃതി എന്നിവരടക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി. ആശുപത്രിയിലെത്തി. ആശുപത്രിയെ സംബന്ധിച്ചോളം ബിംസ് ആശുപത്രി നമ്മുടെ മനസ്സിൽ ദുരന്തമുണ്ടായ ആ ദിവസം അറിയാം. വിലാപങ്ങളുടെ മാത്രം ആശുപത്രിയായി അത് മാറിയിരുന്നു. ഓരോ ആംബുലൻസ് എത്തുമ്പോഴും ഓടി എത്തുന്ന മനുഷ്യർ തങ്ങളുടെ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ച് പ്രതീക്ഷയോടെ വരികയും പ്രതീക്ഷയറ്റ് കരഞ്ഞൊരു മൂലയിലിരിക്കുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുപോയ ആ ആശുപത്രിയാണ് ഇന്നിപ്പോൾ 12ാം നാൾ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി ഒരു പ്രത്യാശയുടെ ശേഷിക്കുന്ന ആളുകൾ പ്രത്യാശ നൽകുന്ന ഒരു സന്ദർശനമായി അതിനെ കാണുകയാണ്. ആശുപത്രിയിൽ കഴിയുന്ന മനുഷ്യരെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നു. കുഞ്ഞുങ്ങൾ, കുരുന്നുകൾ, അവർക്കൊന്നും അറിയില്ല. അവർ എവിടെയാണ് തങ്ങുന്നത് എന്ന് പോലും അറിയില്ല. കഴിഞ്ഞ വസന്തത്തിന്റെ കാലങ്ങൾ, ആ വസതികൾ അതെല്ലാം ഇന്ന് ഇല്ല. ഓർമ്മകളായി മാറുമ്പോൾ ആ കുരുന്നുകൾക്കും നാളെ പ്രതീക്ഷയ്ക്ക് നൽകുന്ന നിമിഷങ്ങൾ ഉണ്ടാകണം. അവരെയും ചേർത്ത് പിടിക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അവിടെ മരണപ്പെട്ടു പോയ ആളുകൾ, അവർക്ക് അവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് പുഷ്പം അർപ്പിക്കുന്നു. അവരുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ, ഓർമ്മകൾക്ക് മുൻപിൽ. അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്നത്തെ ദിവസം ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ ദുരന്ത ഭൂമിയിൽ മറ്റൊരു ചരിത്രവുമായി പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാറുകയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ സാന്ത്വനിപ്പിക്കുന്നത് കാണാം. കാരണം ഒരുപാട് കുരുന്നുകൾ ഈ ഭൂമിയിൽ ഇന്ന് ശേഷിക്കുന്നത് വേദനയോടുകൂടിയാണ്. അവർക്ക് എന്തെന്ന് പോലും അറിയാതെ ദുരന്തം എന്താണ്, ആരെയാണ് കവർന്നു കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പോലും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പിച്ച വെച്ച് സ്വപ്നങ്ങളിലേക്ക് അച്ഛനും അമ്മയ്ക്കുമൊപ്പം കടന്നു വരുമ്പോൾ ആ അച്ഛനെയും അമ്മയും ഒരു നിമിഷം കൊണ്ട് പ്രകൃതി താണ്ഡവമാടിയപ്പോൾ ഇല്ലാതായതിൻ്റെ വേദന പ്രായം കൊണ്ട് അത്യന്തം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് നഷ്ടം മനസ്സിലാകുന്ന ഒരുപാട് പേർ ക്യാമ്പുകളിലും ഒക്കെ കഴിയുന്നുണ്ട്. അവരെയൊക്കെ തന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പരമപ്രധാനമായ ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളപ്പോഴാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മുടെ ഒരു പ്രതിനിധിയായി, ഇന്ത്യയുടെ പ്രതിനിധിയായി ഈ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത്. ബിംസ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി ഓരോ ദുരന്തബാധിതരെയും മുറിവേറ്റ് കിടക്കുന്ന ആളുകളെയും സന്ദർശിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. നേരത്തെ പറഞ്ഞതുപോലെ 40-ലധികം ആളുകൾ ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 2 പേർ അത്യാസന്ന നിലയിൽ ICUവിൽ കഴിയുന്ന ആളുകളുമുണ്ട്. അവരിൽ പ്രധാനികളായിട്ടുള്ള 4 പേരെ അരുൺ എന്ന വ്യക്തി, അരുണിനെ സംബന്ധിച്ചോളം ഒരു അതിജീവനത്തിൻ്റെ ഒരു പുതിയ ഇതിഹാസം
രുചിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത്. മാതൃഭൂമി ന്യൂസിലൂടെ അന്ന് ആ രാവിലെ, ദുരന്തത്തിൻ്റെ രാവിലെ അലമുറയിട്ട് വിളിക്കുന്നത്, രക്ഷയ്ക്കായി വിളിക്കുന്ന ആ അരുണിനെ കണ്ടു. മണ്ണിൽ ആണ്ടുപോയ അരുണിനെ കണ്ടു. പിന്നീട് അരുൺ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു. ആ അരുണിനെ പ്രധാനമന്ത്രി കണ്ടു. അനിൽ, അസ്ഥിക്ക് വലിയ പരിക്കേറ്റ് കഴിയുന്ന അനിൽ, അവന്തിക എന്ന 8 വയസ്സുകാരി, ഉറ്റുവരെ നഷ്ടപ്പെട്ടു പോയ അവന്തിക. ഇനി എന്താണ് ആ കുഞ്ഞിനെ എങ്ങനെ നമ്മൾ കരുതൽ നൽകണം, ജീവിതത്തിലേക്ക് എങ്ങനെ ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ കുഞ്ഞു കുഞ്ഞ് ആശ്വാസ വചനങ്ങൾ കൊണ്ടും കൈത്താങ് കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ് അവന്തികയ്ക്കും ആശ്വാസമായി മാറുന്നു. സുഹൃതി, ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ നിന്ന്, ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് നേരത്തെ അവിടെ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് മാതൃഭൂമി ന്യൂസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി അവിടെ നിന്ന് മടങ്ങിയോ? ഇനി അടുത്ത സന്ദർശന കേന്ദ്രം എവിടേക്കാണ്? ആശുപത്രി സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം, മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെട്ട വാഹന വ്യൂഹം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നു. ഇതിലെ ഈ ആളുകളൊക്കെ പ്രധാനമന്ത്രിയെ കണ്ട ഒരു നിർവൃതിയിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ പ്രധാനമന്ത്രിയെ കാണാൻ രാവിലെ എത്തിയാണ്. പ്രധാനമന്ത്രി നാടിന് തന്നെ ഒരു ആശ്വാസമായിക്കൊണ്ടാണ് വരുന്നത്, അല്ലേ? ആശ്വാസമായിട്ടാണ് വരുന്നത്. ചർച്ച കഴിഞ്ഞാൽ അറിയാം എന്താ ചെയ്യണമെന്ന്. കാത്തിരിക്കുന്നുണ്ട്, നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ നാടിനെ തിരിച്ചു വേണം. ചൂരൽമലയും മുണ്ടക്കയൊക്കെ തിരിച്ചു വേണം. അതെ, അത്ര നാടിനെ തിരിച്ചു വേണം. എന്താ സാറേ, നാടിനെ നമുക്ക് തിരിച്ചു വേണം. പ്രധാനമന്ത്രിയുടെ ഇപ്പോൾ വന്നതാണല്ലോ, അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടു. ഇനി അതിനനുസരിച്ചുള്ള ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും നല്ലത്. അവർക്ക് അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. പ്രധാനമന്ത്രി നേരിട്ട് കണ്ടതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കുന്നു. നമ്മളൊക്കെ ഈ പ്രദേശങ്ങളിലെ ആളുകളാണ്. നമ്മളൊക്കെ ഒരുമിച്ച് വീണ്ടും നാടിനെ വീണ്ടെടുക്കാനായി കാത്തിരിക്കണം. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ നേരിട്ട് കണ്ടതാണല്ലോ. ഞങ്ങളെക്കാട് നിങ്ങൾ അവിടെ പോയി നേരിട്ട് അവിടുത്തെ സ്ഥിതികൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിനുള്ള നല്ലൊരു പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രിയെ കാണാനായി റോഡരികിലെല്ലാം കൂടി നിന്ന ആളുകളുടെ പ്രതികരണത്തിലേക്കാണ് നമ്മളന്ന് പോയത്. അപ്പോൾ തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തി. ഇവരുടെ വേദനയെല്ലാം കേട്ടു എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ആശുപത്രിയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അവരുടെ പ്രതികരണമൊക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്താണ് അവരുടെ ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ദൃശ്യങ്ങളാണ്. ഇനിയുള്ള പ്രധാനമന്ത്രിയുടെ ഇനി അടുത്ത് ഈ അവലോകന യോഗത്തിലേക്ക് ആയിരിക്കുമോ പ്രധാനമന്ത്രി പോയിരിക്കുക? അതെ, ഈ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിന് ശേഷമാണ് എന്തായാലും പ്രധാനമന്ത്രി മടങ്ങുക. അവിടെ വെച്ച് പ്രധാനമന്ത്രി ഇത്തരത്തിൽ അറിഞ്ഞ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉൾപ്പെടെ ആളുകളുമായി സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ആ പ്രദേശത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി അവിടെ നിന്ന് വിലയിരുത്തുമെന്നാണ് ഈ ചർച്ചയിൽ അവലോകന യോഗത്തിൽ വിലയിരുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമേ എന്തായാലും പ്രധാനമന്ത്രി മടങ്ങുകയുള്ളൂ. ഏകദേശം 5 മിനിറ്റിന് മുൻപാണ് പ്രധാനമന്ത്രി കൽപ്പറ്റയിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണറും മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു. ആ വാഹന വ്യൂഹം ഉൾപ്പെടെ കടന്നുപോയിട്ട് അല്പസമയമേ ആയുള്ളൂ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഗതാഗതം പഴയപടി സ്ഥാപിക്കുന്നതൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചത്. നാട്ടുകാരുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അവർ ഉൾപ്പെടെ പറയുന്നുണ്ട്, അവർക്ക് പറയാനുണ്ട്, അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഈ നാടിന്റെ തിരിച്ചുവരവ്. പ്രധാനമന്ത്രിയുടെ വരവ് പ്രതീക്ഷയോടെ തന്നെ